പാപ്പാണ്ടി എന്ന സിനിമയ്ക്ക് ശേഷം ധനുഷ് സംവിധാനം ചെയ്ത സിനിമയാണ് രായൻ. ഈ പടത്തിൻ്റെ ട്രെയിലർ കണ്ടവർക്കറിയാം. ഒരു ഗ്യാങ് വാർ സിനിമ, 18+ ആണ്, അടൽസൊള്ളി പടമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര വയലൻസ് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ മൊത്തം വെട്ടും കുത്തും പരിപാടിയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അങ്ങനെ വലിയ ഇതൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. ഇപ്പോൾ ഇതുപോലെ ഗരുഡൻ സിനിമയിൽ ഇതുപോലത്തെ വയലൻസ് ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ അതിന് 18+ ഒന്നുമില്ല. പിന്നെ ഈ കില്ല് കണ്ടോണ്ടാണെന്ന് പറഞ്ഞൂടെ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്ര ഭയങ്കര വയലൻസ് ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ സിനിമ തുടങ്ങി. സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തിരക്കഥ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. ഒരു പുതുമയുള്ള ഒരു ഇതുണ്ട്. അത് ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ സ്വഭാവ സവിശേഷതയുണ്ട്. ആ രീതിയിൽ അവർ പവർഫുള്ളാണ്. അപ്പം അങ്ങനെ പല വിഭിന്നമായിട്ടുള്ള കുറേ പവർഫുൾ ക്യാരക്ടേഴ്സിനെ ഒരിടത്ത് കൊണ്ട് ഇറക്കി കൊടുത്തിട്ട് അവരുടെ ഒരു ഗെയിം നമുക്ക് കാണുമ്പോൾ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് ഈ സിനിമ തുടക്കത്തിലൊക്കെ മുന്നോട്ട് പോയത്. അതിൽ തന്നെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പം കാത്തവരായൻ ധനുഷ് എത്രമാത്രം പവർഫുള്ളാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഇൻട്രോ ഫൈറ്റോ മറ്റേ മുരുകൻ ഇടഞ്ഞാൽ നരസിംഹമാണ് അങ്ങനെ അതൊന്നും വേണ്ട. ഇതിൻ്റെ കുട്ടിക്കാലത്ത് ധനുഷിൻ്റെ കുട്ടിക്കാലം അവതരിച്ച ഒരു പയ്യുണ്ട്. അവൻ്റെ മുഖം ധനുഷുമായിട്ട് വലിയ സാമ്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ അവൻ്റെ ആ ഫിസിക്കും അവൻ്റെ കുറച്ച് കാര്യങ്ങളും കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഈ രായൻ എന്നുള്ള ഈ കഥാപാത്രം എത്രമാത്രം പവർഫുള്ളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുപോലെ അദ്ദേഹത്തിൻ്റെ അടുത്ത ആങ്ങള സുന്ദീപ് കിഷൻ, അത് നമ്മുടെ കുടുംബത്തിൽ എല്ലായിടത്തും ഒരുത്തൻ കാണുമല്ലോ, തലകറിച്ച് ഒരുത്തൻ. ഇപ്പോൾ ഈ പോയിട്ട് വഴി കാണുന്ന വള്ളിയെല്ലാം പിടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ഏനക്കേട് ഉണ്ടാക്കുന്ന ഒരു കൈൻഡ് ഓഫ് അത് അടിപൊളിയായിട്ട് സുന്ദീപ് കിഷൻ ചെയ്തിട്ടുണ്ട്. തല തെറിച്ചവൻ. പിന്നെ മൂന്നാമത്തെ സഹോദരൻ നമ്മുടെ കാളിദാസ് ജയറാം. പുള്ളിക്കും ഇത്തിരി കലിപ്പൊക്കെയാണ്, പക്ഷേ പഠിത്തം അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നു. പക്ഷേ ഇത്തിരി കലിപ്പാവണം അങ്ങനത്തെ ഒരു ഇത്. പിന്നെ നാലാമത്തത് പെങ്ങളുട്ടിയാണ് ദുഷാര വിജയൻ. ഒത്തിരി കുറച്ച് നല്ല റോള് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ലീഡ് ആക്ട്രസ് എന്ന് പറയാൻ പറ്റുന്ന പുള്ളിക്കാരി തന്നെയാണ്. അവൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പുള്ളിക്കാരി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ സുന്ദീപ് കൃഷ്ണനും നമ്മുടെ കാളിദാസുമായിട്ടാണ് അറ്റാച്ച്മെൻറ്റ് സഹോദരങ്ങടയിൽ. മറ്റേത് നേരെ മൂത്ത രായനുമായിട്ടാണ് നമ്മുടെ ദുഷാരയുടെ കഥാപാത്രത്തിന് അറ്റാച്ച്മെൻറ്റ്. പിന്നെ ഇവരുടെയൊക്കെ ഒരു ഗാർഡിയൻ സ്ഥാനത്ത് സെൽവരാഘവൻ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ പിന്നെ പോലീസുകാരനായിട്ട് പ്രകാശ് രാജ് വരുന്നുണ്ട്. അതായത് ഇവിടെ കുറേ ഗാങ്സ്റ്റേഴ്സ് ഉണ്ട്. അവർ തമ്മിൽ അവന്മാരെ സമാധാനപരമായിട്ട് അവന്മാരുടെ കൊച്ചു ഗുണ്ട സെറ്റപ്പൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇവന്മാർ തമ്മിൽ അടിയും വെട്ടും കുത്തും പരിപാടിയൊന്നുമില്ല. സമാധാനമായിട്ട് ഗാങ്സ്റ്റേഴ്സായിട്ട് പോയപ്പോൾ ഇങ്ങനെയൊക്കെ പിടിക്കുന്നില്ല. ഇങ്ങനെ പറയണത് ഇവന്മാർ എന്തൊക്കെയാണെങ്കിലും അവർ ഗാങ്സ്റ്റേഴ്സ് ആണല്ലോ, ഇവന്മാർ സമാധാനമായിട്ട് ജീവിച്ചാൽ അങ്ങനെ ശരിയാവില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് കുത്തിരിപ്പിട്ട് കൊടുക്കാം. അങ്ങനത്തെ ഒരു സൈക്കോ കഥാപാത്രം അത് പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതങ്ങനെ തന്നെയാണ് ആ കഥാപാത്രത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എസ് ജെ സൂര്യ നായകന് മേലിരിക്കുന്ന വില്ലൻ അങ്ങനെയൊന്നുമില്ല. എസ് ജെ സൂര്യൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. എസ് ജെ സൂര്യയുടെ കൈൻഡ് ഓഫ് സംഭവങ്ങളുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഭീകര അതൊന്നുമില്ല. പിന്നെ കുറേ പേര് ഇതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. അപർണ ബാലമുരളി പടം ഒരു ട്രാക്കിൽ പോകണം, അപർണ വേറൊരു ട്രാക്കിൽ പോകണം. ഇടയ്ക്ക് ഒരു പാട്ടിൻ്റെ ഇടയ്ക്ക് കുറേ ക്യൂട്ട്നെസ് കാണിച്ച് വെറുപ്പിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും വലിയ കാര്യമൊന്നുമില്ലാത്തൊരു കഥാപാത്രം. പിന്നെ വരലക്ഷ്മി ശരത്കുമാറുണ്ട്. അതുപോലെ വേറൊരു നടി കൂടിയുണ്ട്, പേര് ഞാൻ വിട്ടുപോയി. ഇവരുടെ ഇങ്ങനെ കുറേ പേരുടെ കുറേ പ്രശ്നങ്ങളും കുഞ്ഞു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒരിടത്ത് വന്നിട്ട് കൂട്ടിമുട്ടയാണ്. അത് ഇൻ്റർവെൽ ബ്ലോക്ക് അടുപ്പിച്ച് വരുമ്പോഴേക്കും പടം കയറി ഹൈ ആയി പോണ്. പിന്നെ അങ്ങോട്ട് നമുക്കപ്പോഴേക്കും ഈ കഥാപാത്രങ്ങൾ എങ്ങനെയാണ്, ഇവരെ കൊണ്ട് എന്തൊക്കെ പറ്റും, ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് കൊണ്ടുപോയിരുന്നു. അത്രയ്ക്ക് ഒരു സാധനം നമ്മളെ മൈൻഡിൽ സ്പേസ് ഒഴിച്ചിട്ട് ഇതിങ്ങനെ പ്രതീക്ഷയോടെ കണ്ടോട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴേക്കും അത്രയ്ക്കൊക്കെ പവർ കയറി വാടാ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു സാധനം വന്നു. കുറേ ഗൂസ് ബംസ് മൊമെൻറ്റ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് പിന്നെ കുറേ കോൺഫ്ലിക്റ്റുകൾ വരെയാണ്. അപ്പോൾ എടാ നമുക്ക് ഇത്രയും നേരം നമ്മൾ മനസ്സിലാക്കിയ കഥാപാത്രങ്ങളും സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് വളരെ രീതിയിൽ ചേരാത്ത പോലെ കുറേ ഇൻസിഡൻസ് നടക്കുകയാണ്. സിറ്റുവേഷൻസും അങ്ങനെയാണ് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് വേറെ ഏതോ യൂണിവേഴ്സിൽ വന്ന് നിന്നിട്ട് ചെയ്യും പോലെ. എടാ ഇതൊക്കെ എങ്ങനെയൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ പോലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ എന്താടായി, ഇങ്ങനെയൊക്കെ നടക്കുമോ, ലോജിക്കില്ലായ്മയിൽ ഇതെന്നുള്ള ചിന്തകൾ കയറി വരുന്നു. പിന്നെ പതുക്കെ ഇത് കെട്ടായിട്ട് വിട്ട പട്ടം പോലെ ഇങ്ങനെ കളിക്കുന്നു. ഈ സാധനം നമ്മളായിട്ട് കണക്ഷൻ കിട്ടുന്നില്ല. പിന്നെ ഇവരൊക്കെ ഇதை കാണിക്കുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അവസാനിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഈ പടം അങ്ങ് തീർന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഞാൻ ഇത് ആ ഒരു ഹൈ മൊമെൻറ്റ് വന്ന സമയത്ത് ഇനി അങ്ങോട്ട് ഇത് തീ പറക്കുമോ എന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ച് മൈൻഡൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വന്നില്ല. ഇത് സ്ട്രിക്ട്ലി പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്കങ്ങനെ തോന്നി. ചിലപ്പോൾ ഈ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. എനിക്കറിയത്തില്ല, എനിക്കത് വന്നില്ല. ഞാൻ തരണം ഇത് നമുക്ക് സീൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ ഒരു വിഷയം. നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ കുറേ കാര്യങ്ങൾ വന്നിട്ട് ഇത് ഇങ്ങനെ വരുമ്പോഴേക്കും ഈ കണക്ഷൻ വരുന്നില്ല. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നല്ല സീനുകൾ കിടില സാധനങ്ങളൊക്കെ ഉണ്ട്. ഇയാളുടെ ധനുഷിൻ്റെ സ്വാഗുണ്ട്, എല്ലാ പരിപാടികളുണ്ട്. പക്ഷേ ഇതാണ് അവസ്ഥ. പിന്നെ ഏറെ കിടിലായിട്ട് സ്കോറും മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓം പ്രകാശിൻ്റെ എഡിറ്റിങ്, പ്രസന്നയുടെ കട്ട്സ് എല്ലാം കിടിലും കേട്ടോ, എല്ലാം കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതാണ് അവസാനം കുറച്ചുകൂടി
കുറച്ചുകൂടി ഒരു സാധനം ഒന്ന് വച്ച് വേറെ ഏതെങ്കിലും രീതിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇതാവും. ഇതിൽ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഭയങ്കര വിഷയങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇവർ പറയുമ്പോഴാണ് നമ്മൾ അറിയണം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. എന്നിട്ട് അത് സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിനനുസരിച്ചുള്ള ഒരു രീതിയിലുള്ള ബിഹേവിയർ പാറ്റേൺ അല്ല ഇതിൽ വരുന്നത്. അതും കുറേ ഞാൻ പറയില്ല, നിങ്ങൾ കണ്ടു നോക്കുക. എന്തായാലും തിയേറ്ററിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് രായൻ, അതിനൊരു സംശയമില്ല. പക്ഷേ ഈ ഓവർ എക്സ്പെക്റ്റേഷൻ, ഓവർ ഹൈപ്പ് പടം കാണാൻ മുമ്പ് ഉണ്ടായിരുന്നൊന്നുമല്ല, പടം കണ്ട് പകുതി ആയപ്പോൾ എനിക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം എനിക്ക് അവസാനത്തെ കുറച്ച് ഭാഗങ്ങൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഡൈജസ്റ്റ് ആയിട്ടില്ല. അതാണ് രായൻ എന്ന പടത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. എന്തരാ വരട്ടെ.